ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ എത്തിയിരിക്കുന്നത് സാർനാഥിലെ മുളകന്ദ കുടി വിഹാറിലാണ്. 1931 വിവിധ രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ബുദ്ധ സമൂഹത്തിൽ നിന്നും സംഭാവനകൾ നൽകിയിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുകളിൽ ഒരു പള്ളി പോലെ തോന്നിപ്പിക്കുന്ന ശിഖരങ്ങളുണ്ട്. മഹാബോധി സൊസൈറ്റിയുടെ സ്ഥാപകനായ അംഘരിക ധർമ്മപാലയാണ് ഇത് നിർമ്മിച്ചത്. ദർശനം നടത്താനും അനുഗ്രഹം തേടാനും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അകത്തളത്തിൽ മാർബിൾ പ്ലാറ്റ്ഫോമിൽ ബുദ്ധന്റെ ഒരു സ്വർണ്ണ പ്രതിമയുമുണ്ട്. ഇതിന്റെ പ്രവേശന കവാടത്തിൽ ജപ്പാനിലെ രാജകുടുംബം സമ്മാനിച്ച വെങ്കലത്തിന്റെ വലിയൊരു മണി നമുക്ക് കാണാം. ഇവിടത്തെ മറ്റൊരു പ്രത്യേകത, ശ്രീലങ്കയിലെ ബോധി വൃക്ഷത്തിൽ നിന്ന് പറിച്ചു നട്ട ഒരു ബോധി വൃക്ഷം ഈ ക്ഷേത്രത്തിലുണ്ട്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ ബോധ്ഗയയിൽ ജ്ഞാനോദയം നേടിയ യഥാർത്ഥ വൃക്ഷത്തിൽ നിന്നാണ് ശ്രീലങ്കയിലെ ബോധി വൃക്ഷം ഉത്ഭവിച്ചത്. ആ ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ശ്രീബുദ്ധൻ തന്റെ 5 ശിഷ്യന്മാർക്കും ധർമ്മ പഠനം നടത്തുന്ന ഒരു ശില്പം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വശങ്ങളിലായി ഒരുപാട് പ്രയർ വീൽസ് നമുക്ക് കാണാം. സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള കൈക്കൊണ്ടു കറക്കുന്ന ചക്രങ്ങളെയാണ് പ്രയർ വീൽസ് എന്ന് പറയുന്നത്. ഈ ചക്രങ്ങളുടെ പുറം വശത്ത് രഞ്ജന ലിപിയിലോ ടിബറ്റൻ ലിപിയിലോ മന്ത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ടാവും. ടിബറ്റൻ ബുദ്ധമത പാരമ്പര്യമനുസരിച്ച് അത്തരമൊരു ചക്രം കറക്കുന്നത് പ്രാർത്ഥനകൾ വാമൊഴിയായി ചൊല്ലുന്നതിന് തുല്യമായ ഫലമുണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്